ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നിലവിൽ നെയ്മർ ജൂനിയർക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് അത് ബ്രസീലിൽ നിന്ന് തന്നെയാണ്. ബ്രസീലിയൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഫുട്ബോൾ നിരീക്ഷകരുമാണ് നെയ്മർ ജൂനിയറെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നവർ. അദ്ദേഹത്തിൻ്റെ ജീവിത രീതിക്കാണ് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. മാത്രമല്ല, പരിക്ക് കാരണം നെയ്മർ ജൂനിയർ ഇപ്പോൾ വളരെ കാലമായി പുറത്താണ്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ ഏറെ അധികരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിടെ നെയ്മർക്ക് പിന്തുണയുമായിക്കൊണ്ട് മുൻ താരമായിരുന്ന റാഫീഞ്ഞ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന റാഫീഞ്ഞയല്ല, മുൻപ് ബാഴ്സലോണയ്ക്ക് വേണ്ടിയും ബ്രസീലിന് വേണ്ടിയും ഒക്കെ കളിച്ചിട്ടുള്ള റാഫീഞ്ഞ അൽക്കാൻഡറയാണ് നെയ്മറെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ബ്രസീലിയൻ മാധ്യമങ്ങൾ നെയ്മറെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. പല താരങ്ങൾക്കും നെയ്മറോട് അസൂയയാണ്, നെയ്മറെ നമ്മൾ പിന്തുണക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് റാഫീഞ്ഞ അൽക്കാൻഡറ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മൾ നിർബന്ധമായും നെയ്മറോട് സ്നേഹവും അനുകമ്പയും കാണിക്കേണ്ടതുണ്ട്. കാരണം നമുക്കുള്ള ഏറ്റവും മികച്ച താരം അത് നെയ്മർ ജൂനിയർ ആണ്. ആളുകൾ കാണുമ്പോഴെല്ലാം എന്നോട് ചോദിക്കുന്നത് നെയ്മർ എപ്പോൾ തിരിച്ചു വരും എന്നാണ്. നെയ്മറെ പരിപാലിക്കേണ്ടത് നമ്മളാണ്. ബ്രസീലിയൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ക്ഷമ കാണിക്കേണ്ടതുണ്ട്. അവർ നെയ്മറെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. പഴയ പോലെയല്ല. നെയ്മർ ഇപ്പോൾ വളരെയധികം വലുതായിരിക്കുന്നു. നെയ്മർ സക്സസ് ആയതിൽ പല താരങ്ങൾക്കും ഇവിടെ അസൂയയുണ്ട്. അതുകൊണ്ട് തന്നെ പലരും നെയ്മർക്കെതിരെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ് എന്നെനിക്കറിയില്ല. ജീവിതത്തിൽ നെയ്മർ ജൂനിയർ അവന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. കളിയോടുള്ള കമ്മിറ്റ്മെൻറ്റും ഇഷ്ടവും ആത്മാർത്ഥതയും അദ്ദേഹത്തിനുണ്ട്. ഇതാണ് ഇപ്പോൾ റാഫീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ സംഭവിച്ചാലും നെയ്മർ ജൂനിയറെ ബ്രസീലിയൻ ആരാധകർ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ബ്രസീലിനുള്ള ഏറ്റവും മികച്ച താരം നെയ്മർ ജൂനിയർ ആണ് എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ നെയ്മർ ജൂനിയർ എന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. അടുത്ത നവംബർ മാസത്തിൽ 2 സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. ആ മത്സരങ്ങളിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.